ഹലോ, വെൽക്കം ബാക്ക് ടു മൈ സെറീൻ സ്പേസ്. അപ്പോൾ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ചൂടൊക്കെ ഉണ്ട്, എന്നാലും സുഖമായിട്ടും സമാധാനമായിട്ടും പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നാട്ടിലിപ്പോൾ നല്ല മഴയാണല്ലോ. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇതൊരു സൺഡേയും ഉണ്ട്, മൺഡേയും ഉണ്ട് കേട്ടോ. 2 ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൺഡേ അങ്ങനെ ഒരു ചെറിയൊരു സ്പെഷ്യൽ ലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴുമാണ് ഇവിടെ ഈ ബീഫ് വാങ്ങിക്കാറ് കേട്ടോ. അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ ലഞ്ച് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചെന്നൈയിൽ നിന്ന് ബീഫ് വാങ്ങിച്ച് കറിയൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്താലും എനിക്ക് നാട്ടിൽ നിന്ന് വാങ്ങി ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറേ ഇല്ല കേട്ടോ. എനിക്കും അത് ഷൈച്ചേട്ടനും അതെ, ഞങ്ങളുടെ തോന്നലാണോ എന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വല്ലപ്പോഴുമാണ് വാങ്ങിക്കണേ. അങ്ങനെ ഗീ റൈസ് അല്ല, ഞാൻ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതായത് തേങ്ങാപ്പാലിൽ നമ്മൾ കുക്ക് ചെയ്യൂലേ റൈസ്, അപ്പോൾ ബസ്മതി റൈസ് അങ്ങനെ കുക്ക് ചെയ്തു. സാലഡും പപ്പടവും പിന്നെ അച്ചാറും ഒക്കെ ആയിട്ട് അതൊക്കെ കഴിച്ചു. അപ്പോൾ കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ അതൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വി മാർട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ട്രോളി ഉണ്ട്, അത് തള്ളിക്കൊണ്ട് നടക്കലാണ് പാറുവിൻ്റെ മെയിൻ ഹോബി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഈ വലിയ ട്രോളിയിൽ എടുക്കും. പിന്നെ അവൾ എടുത്തതിൽ വേണ്ടുന്ന സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ അവിടെ തന്നെ ഒഴിവാക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈവനിങ് ആണ് പോയത്. കാരണം വെയിൽ കാരണം നമുക്കങ്ങനെ പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാറുവിന് പെട്ടെന്നൊരു മോഹം, അവൾക്ക് പിസ്സ അല്ലെങ്കിൽ ബർഗർ കഴിക്കണം എന്ന്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടം വരെ വന്നു. വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പാണ് കേട്ടോ അത്. അപ്പോൾ എന്നാൽ ഇവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിക്കാം, ചുമ്മാ കുറേ നാളായി കഴിച്ചിട്ട്. അപ്പോൾ എന്നാൽ ചുമ്മാ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന് കഴിക്കലില്ല, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പാർസൽ ചെയ്യാറാണ്. ഷൈച്ചേട്ടൻ പോയി വാങ്ങിക്കാറാണ് പതിവ്. ഇവിടെ അടുത്ത്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കാരണം ഇവിടെ വന്ന് കഴിക്കാനായിട്ട് ഈ നമുക്ക് തൊട്ടടുത്തായ കാരണം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ചൂടാറാതെ പെട്ടെന്ന് കഴിക്കാമെന്ന് വിചാരിക്കും. പിന്നെ എവിടെ നിന്നെങ്കിലുമൊക്കെ പോയി വരുമ്പോഴാണെങ്കിൽ കാറിനാണെന്നുണ്ടെങ്കിൽ കാറ് പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇവിടെ. അപ്പം ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഓപ്പോസിറ്റ് സൈഡ് ഒരു പാർക്കിംഗ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ അവിടെ വണ്ടി ഇട്ടിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു, ക്രോസ് ചെയ്തിട്ട് ഇങ്ങ് നടന്നു പോകുന്നു. അപ്പം ഞങ്ങൾ ചിക്കൻ ബർഗർ പറഞ്ഞു, അതും കഴിച്ചു. അപ്പം പിന്നെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഈ സാറ്റർഡേ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സ്ട്രീറ്റും ഇങ്ങോട്ടേക്കുള്ള സ്ട്രീറ്റൊക്കെ നിറച്ച് കച്ചവടങ്ങളുണ്ടാവും കേട്ടോ. ചക്ക ഉലിഞ്ഞിങ്ങനെ കൊടുക്കുന്നുണ്ടാവും, നിലക്കടലയിൽ കപ്പലണ്ടി അതുണ്ടാവും, ബിരിയാണി കടകളുണ്ടാവും, കുഞ്ഞു കുഞ്ഞു തട്ടുകട പോലെ അവിടെ പാഴ്സൽ കൊടുക്കുന്നതും. പാഴ്സലാണ് അവർ മെയിനായിട്ട്, ബക്കറ്റ് ബിരിയാണി പോലെയൊക്കെ. അങ്ങനെ കൂടുതലും ഇവിടെ നോൺ വെജ് കഴിക്കുന്നതും ഈ വീക്കെൻഡ്സിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായൊരു തിരക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സഡനായിട്ട് നമ്മളിതാ നെക്സ്റ്റ് ഡേയിലേക്ക് പോയേക്കുവാണ്. അപ്പോൾ ലഞ്ച് പരിപാടികളാണ് കേട്ടോ അത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊന്നും എടുത്തില്ല, കാരണം മൺഡേ 2 ദിവസത്തെ ആ ഒരു ക്ഷീണത്തിന് ശേഷം രാവിലെ എഴുന്നേക്കലും ഒക്കെ ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിക്കോളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറേ സമയം പോകും. അപ്പോൾ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇത് ലഞ്ചിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ ഇത്രയും ഈ ഹെവി ആയിട്ട് ഇങ്ങനെ ബീഫും ചിക്കനും ഒക്കെ കഴിച്ചതുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് മെനു എടുത്തിരിക്കുന്നത്. അതിപ്പം ഓലനും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് വയറിനും ഒരു സുഖമാണല്ലോ. അപ്പോൾ ഷൈച്ചേട്ടന് ഇവിടെ അങ്ങനെയൊക്കെ ഭയങ്കര പ്രത്യേകമായിട്ട് നോക്കുന്ന ആളാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിച്ചാൽ നെക്സ്റ്റ് ഡേ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാവൂ, അതൊക്കെ പെട്ടെന്ന് നോക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഈ കുമ്പളങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുമ്പളങ്ങയാണ് കേട്ടോ. നാട്ടിലെ നമ്മുടെ കുമ്പളങ്ങ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ തലേദിവസം രാത്രി തന്നെ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് രാവിലെ ഒന്ന് വെറുതെ വേവിച്ചു ഉപ്പിട്ട്. എന്നിട്ട് കുമ്പളങ്ങ ആദ്യം 3ാമത്തെ പാലിൽ, 1ാം പാല് 2ാം പാല് 3ാം പാലും എടുത്തു ഞാൻ. 3ാമത്തെ പാലിൽ കുമ്പളങ്ങ വേവിച്ചു, പച്ചമുളക് മാത്രം കീറിയിട്ടിട്ട് ഉപ്പ് അപ്പം ഇട്ടില്ല. 2ാം പാൽ ഒഴിക്കുമ്പോഴേ ഞാൻ ഉപ്പിടുള്ളൂ, കാരണം നന്നായിട്ട് വേഗം വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ അത് വേവിച്ചു, പിന്നെ 2ാം പാൽ ഒഴിച്ചു. പിന്നെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണ ആ ഒരു സമയത്ത് ആണ് ഈ 1ാമത്തെ പാലൊഴിക്കണത്. അപ്പോൾ ഈ കുമ്പളങ്ങ അരിയണത് ഭയങ്കര കനം കുറച്ചിട്ടാണ് കേട്ടോ എപ്പോഴും, ഈ ഓലന് വേണ്ടിയിട്ട്. മറ്റതിങ്ങനെ ചതുര കഷ്ണങ്ങൾ പോലെ അരിയൂലേ, ഇതിങ്ങനെ സ്ലൈസ് ചെയ്യുന്ന പോലെ അത്ര
സ്ലൈസ് ആയിട്ടല്ല, ഇച്ചിരി കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഓലൻ അരിയാറ്, അതായത് കട്ട് ചെയ്യാറ്. നമ്മുടെ അവിടെ അരിയുക എന്ന് പറഞ്ഞ് ശീലമുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് അങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. ആ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം കൂടെ ഉള്ളൊരു മണം. അപ്പം ഓലൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര ഒരു സിമ്പിൾ കറിയാണ്, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ കറിക്ക്. ആ തേങ്ങാപ്പാലിൻ്റെയും പയറും കുമ്പളങ്ങയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയും കൂടെയാണ്. നമ്മുടെ സദ്യയിലൊരു മെയിൻ ഒഴിച്ചുകൂടാനാവാത്ത ഒരു തൊടുകറിയും കൂടെയാണിത്. അപ്പം അതും പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും റെഡിയാക്കി ലഞ്ച് കൊടുത്തു വിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഷൈച്ചേട്ടൻ്റെ ലഞ്ച് ബോക്സാണിത്. ഇതിൽ അത്യാവശ്യം ചോറൊക്കെ ആവശ്യത്തിന് കഴിക്കാനുള്ളതൊക്കെ കൊള്ളൂ കേട്ടോ. കാണുമ്പോൾ ഭയങ്കര ചെറുതാണെന്നേ ഉള്ളൂ. അത്യാവശ്യം ഷൈച്ചേട്ടന് അത്രയും മതി കഴിക്കാനായിട്ട്. അപ്പോൾ കാര്യമായിട്ട് പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അച്ചാറും കൂടെ വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എടുക്കാനായിട്ട് ഞാനൊരു ചെറിയ കുപ്പിയിലേക്ക് എപ്പോഴും മാറ്റി വയ്ക്കും. അപ്പോൾ അതും കൂടെ വെച്ച് നമ്മൾ ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.